നസ്രത്ത് ഫാർമസി കോളേജിലെ 16 കോടിയുടെ തട്ടിപ്പ്. സേവേറിയോസ്, ടിഒ എബ്രഹാം ഉൾപ്പെടെ 7 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണം. ജ്ഞാനായ യാക്കോബായ സഭയുടെ അധീനതയിലുള്ള പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഓദ്ര നസ്രത്ത് ആശ്രമം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നസ്രത്ത് ഫാർമസി കോളേജിലും ക്ലീമിസ് CBSE സ്കൂളിലും നടന്ന 16 കോടിയിൽ പരം രൂപയുടെ അഡ്മിഷൻ തട്ടിപ്പിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി ഉത്തരവ്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയർക്കീസ് ബാബയാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ മെത്രാൻ കുര്യാക്കോസ് സേവേറിയോസ്, സഭാ സെക്രട്ടറി ടിഒ എബ്രഹാം ഉൾപ്പെടെ 9 പേർക്കെതിരെ ഇക്കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി ജസ്റ്റിസ് കെ ബാബുവാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രാഥമിക അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ 2 സ്ഥാപനങ്ങളിലും കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തുന്നതിനെ തുടർന്നാണ് നസ്രത്ത് ആശ്രമ ട്രസ്റ്റിന്റെ പേരിൽ ലൈസൻസ് കരസ്ഥമാക്കുകയും ആശ്രമ ട്രസ്റ്റിനെ അട്ടിമറിച്ച് ബിനാമികളെ വെച്ച് ഭരണം കൈയാളി സാമ്പത്തിക തട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഗൂഢാലോചന നടത്തി സംഘം ചേർന്ന് തട്ടിപ്പ് നടത്തിയ 9 അംഗ സംഘത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. അവർ ഇനി പറയുന്നവരാണ്: മുടക്കപ്പെട്ട മെത്രാൻ കുര്യാക്കോസ് സേവേറിയോസ്, സഭാ സെക്രട്ടറി ടിഒ എബ്രഹാം, പ്രസാദ് ജോസഫ്, ബാബു കുര്യൻ, സാജൻ എബ്രഹാം, ബിനു കുരുവിള, ഫാദർ VA എബ്രഹാം, ഫാദർ മാത്യു ഉതുപ്പൻ, ഫാദർ ജെയിൻ തോമസ്. അഗതികളും ആലംബഹീനരുമായിട്ടുള്ള സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ സംരക്ഷണാർത്ഥം അനാഥാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് നസ്രത്ത് ആശ്രമം. ഈ ആശ്രമത്തിന്റെ ഉദ്ദേശശുദ്ധി കണ്ട് ജ്ഞാനായ സഭാംഗം പോലുമല്ലാത്ത PT മാത്യു എന്നയാൾ ദാനം നൽകിയ 5 ഏക്കർ സ്ഥലത്താണ് പ്രസ്തുത ആശ്രമം സ്ഥാപിച്ചത്. ഇരവിപേരൂർ വില്ലേജിൽ സർവേ നമ്പർ 403/3A യിലുള്ള 5 ഏക്കർ ഭൂമി തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ 4/6/1962 1977 നമ്പർ ഗിഫ്റ്റ് ഡീഡായി ആശ്രമത്തിന് എഴുതി നൽകിയതാണ്. വിശ്വാസികളിൽ നിന്ന് കോടികൾ പിരിച്ചുമാണ് കെട്ടിടങ്ങളടക്കം പണിത് കൂട്ടിയത്. മേൽപ്പറഞ്ഞ ഉദ്ദേശലക്ഷ്യങ്ങളോടെ നസ്രത്ത് ആശ്രമം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഒന്ന് നസ്രത്ത് ഫാർമസി കോളേജ്. ഇവിടെ ഫാർമസി, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, BPharm, MPharm, DPharm കോഴ്സുകൾ നടത്തുന്നു. കേരള ആരോഗ്യ സർവകലാശാലയുടെ കുഹാസിന് കീഴിൽ അഫിലിയേറ്റഡ് ആണ് ഈ സ്ഥാപനം. 2 ക്ലീമിസ് CBSE സ്കൂൾ. +2 വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടത്തുന്നത്. ഈ 2 സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള ബന്ധപ്പെട്ട ഏജൻസികളുടെ NOC ലഭിച്ചിട്ടുള്ളത് നസ്രത്ത് ആശ്രമം ചാരിറ്റബിൾ സൊസൈറ്റിക്കാണ്. എന്നാൽ സേവേറിയോസ് സമുദായ മെത്രാപ്പോലിത്തയായപ്പോൾ സ്ഥാപനത്തിന്റെ വെറും പേട്രൺ ആയിരുന്ന സേവേറിയോസ് 2 സ്ഥാപനങ്ങളുടെയും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും കൈക്കലാക്കി. സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ചില സിൽബന്ധികൾക്ക് പല പദവികളും നൽകി അവരോധിച്ചു. പിന്നീട് ഇവരാണ് ഈ 2 സ്ഥാപനങ്ങളുടെയും ഭരണം നടത്തിയിരുന്നത്. സേവേറിയോസും ടിഒ ഏലിയാസും ചേർന്ന് അടിപടലം വെട്ടി ബാക്കിയുള്ള റാൻമൂളികൾക്ക് നക്കപ്പിച്ച കൊടുക്കുകയാണ് പതിവെന്നും പരാതിയിൽ പറയുന്നു. ആശ്രമത്തെ ലേഡീസ് ഹോസ്റ്റലാക്കി മാറ്റി. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുണ്ടായിരുന്ന അനാഥാലയവും ആശ്രമവും ഒക്കെ അടച്ചുപൂട്ടി വിദ്യാഭ്യാസ കച്ചവടം മാത്രമാക്കി. മെത്രാന്റെ വിശ്വസ്തനായ ടിഒ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു അഡ്മിഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന്റെ സീറ്റ് മാട്രിക്സ് അട്ടിമറിച്ചു. അഡ്മിഷൻ കച്ചവടം നടത്തി 16 കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്നാരോപിച്ചാണ് പരാതിക്കാരൻ കോടതിയിൽ റിട്ട് സമർപ്പിച്ചത്. മെറിറ്റിൽ വന്ന കുട്ടികൾക്ക് നിയമപ്രകാരം 50% സീറ്റ് നൽകണം. എന്നാൽ ആ സീറ്റുകൾ നൽകാതെ BPharm, MPharm, DPharm സീറ്റുകൾ ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ വാങ്ങി വിറ്റു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പുകളെക്കുറിച്ച് വിവരം പുറത്തു വന്നപ്പോൾ അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സഭ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഈ കമ്മീഷന്റെ അന്വേഷണത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഫാം ഡി കോഴ്സിന്റെ അഡ്മിഷനായി ഹന്ന ലീല ജോൺ 4 ലക്ഷം രൂപ, BPharm അഡ്മിഷനായി ബിൻസി ഡാനിയൽ 1.5 ലക്ഷം രൂപ, ഇപ്രകാരം കോടികൾ അഡ്മിഷൻ കമ്മിറ്റി കുട്ടികളിൽ നിന്നും പിരിച്ചതായി കമ്മീഷൻ കണ്ടെത്തി. രേഖകൾ പ്രകാരവും അല്ലാതെയും കോടികൾ പിരിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് പരാതിക്കാരൻ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചു. ക്യാപിറ്റേഷൻ വാങ്ങുന്നത് കുറ്റകരമാണെന്നിരിക്കെ കോടികൾ ക്യാപിറ്റേഷൻ ഇനത്തിൽ കളക്ട് ചെയ്യുകയും സർക്കാർ സീറ്റ് മാട്രിക്സ് അട്ടിമറിച്ച് അത് കച്ചവടം നടത്തുകയും ചെയ്തു എന്ന കുറ്റത്തിന് 10 വർഷത്തിലധികം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് മുടക്കപ്പെട്ട സേവേറിയോസ് മെത്രാനും സംഘവും ചേർന്ന് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ 2019-20 വർഷങ്ങളിൽ സേവേറിയോസ് മെത്രാൻ ക്ലീമിസ് സ്കൂളിൽ നിന്നും 30 ലക്ഷം രൂപ അനധികൃതമായി സൊസൈറ്റീസ് ആക്ടിന് വിരുദ്ധമായി തട്ടിയെടുത്തു എന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ചട്ടലംഘനവും സാമ്പത്തിക തട്ടിപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്ന് കോളേജിന്റെ AICT കുഹാസ് അംഗീകാരം ഉൾപ്പെടെ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്രകാരമുള്ള തട്ടിപ്പുകൾ ജ്ഞാനായ സഭയിൽ മാത്രമല്ല
എല്ലാ ക്രൈസ്തവ സഭകളിലും ഇതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ മറവിൽ റിസർവ് ബാങ്കിനെ പോലും വെല്ലുന്ന ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ ക്രൈസ്തവ സഭകൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമാന്തര സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ബാക്കിയെല്ലാം വെറും പടം അത്ര തന്നെ. പരാതിക്കാരനു വേണ്ടി അറ്റോർണി അലയൻസ് ലോ ഫേമിലെ അഡ്വക്കേറ്റ് സൂരജ് ടി ഇലഞ്ഞിക്കൽ ഹാജരായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.